ലോഞ്ച് പാഡ്സ് വഴിയും ടോക്കൺസ് ലോഞ്ച് ചെയ്യാമെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ അതിന് വെസ്റ്റിങ്ങും ലോക്കിങ്ങും ഇല്ല എന്നും അതിൻ്റെ പിന്നിൽ VCs ഇല്ല എന്നും നമുക്ക് മനസ്സിലാക്കി. അപ്പോൾ ഇതല്ലേ നല്ല ഓപ്ഷൻസ് എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ അവിടെയും ചെറിയൊരു പ്രശ്നമുണ്ട്. ഇതിൽ ഒന്നാമത്തെ സെഗ്മെന്റ് 99.9% വരുന്ന മീം കോയിൻസ് ആണ്. അതായത് യാതൊരു ഉദ്ദേശവും ഇല്ലാതെ റഗ് ചെയ്യുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിൽ ഇറങ്ങുന്ന ടോക്കൺസ്. അതായത് ബേസിക്കലി ഈ വാലറ്റ്സ് അല്ലെങ്കിൽ ഈ ലോഞ്ച് പ്ലാറ്റ്ഫോംസ് സ്കാൻ ചെയ്ത് സ്നൈപ്പ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ഇഷ്ടം പോലെ ട്രേഡിംഗ് ബോട്ട്സ് ഉണ്ട്. ഒരു ടോക്കൺ ലോഞ്ച് ആകുമ്പോഴേക്കും തന്നെ ഹ്യൂജ് ഫണ്ട് കൊണ്ടുവന്ന് 1-2 സെക്കൻഡ്സിൽ തന്നെ ഹ്യൂജ് സപ്ലൈ അടിച്ചു മാറ്റുന്ന പ്രോസസ്സിനെയാണ് സ്നൈപ്പിംഗ് എന്ന് പറയുന്നത്. സോ ഇതിന്റെ ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യുന്നവര് ഹൺഡ്രഡ്സ് ഓഫ് വാലറ്റ് വെച്ചിട്ടാണ് ഇത് ചെയ്യുക. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഒരു 100 വാലറ്റിൽ നിന്ന് ഫണ്ട് വന്ന പോലെയാണ് നമുക്ക് തോന്നുക. ആക്ച്വലി ഈ വാലറ്റുകൾ തമ്മിൽ ഒരു കണക്ഷനും ഉണ്ടാവില്ല. അതായത് ലോഞ്ച് പാഡ് ടോക്കൺസിലെ ഭൂരിഭാഗവും 1 ബില്യൺ ആയിരിക്കും സപ്ലൈ. അപ്പോൾ 1 ബില്യൺ സപ്ലൈ വരുന്ന ടോക്കൺസ് ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് അവർ ഭൂരിഭാഗം സപ്ലൈയും ആദ്യം തന്നെ മേടിച്ചു വെക്കും. അപ്പോൾ അതൊരു കാൽക്കുലേറ്റഡ് റിസ്ക് ആണ്. പക്ഷെ അവിടുത്തെ പ്രശ്നം നമ്മളിത് കണ്ട് അറിഞ്ഞ് ബോണ്ടിങ് ഒക്കെ അറിഞ്ഞ് നമ്മൾ മേടിക്കുമ്പോഴേക്കും ഈ ഹ്യൂജ് സപ്ലൈ അവർ ഡംപ് ചെയ്ത് ആ പ്രൊജക്റ്റിനെ നശിപ്പിച്ച് കളയാനുള്ള സാധ്യതയുണ്ട്.